നമുക്ക് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്ക് യോഗട്ട് കൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കാം. ക്യാരറ്റ്, കുക്കുമ്പർ, തക്കാളി, ആപ്പിള്, പൈനാപ്പിൾ, പിന്നെ ഇതിൽ മുന്തിരി, ലെച്ചൂസിൻ്റെ ഇല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇതിലിടാം കേട്ടോ. അതൊക്കെ നമുക്ക് ഇട്ടിട്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ സാലഡ്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് വേണ്ടും. പിന്നെ ഞാൻ അതിലേക്ക് ഇടാൻ പോണത് നോക്കിയാൽ ഫ്രൂട്ട് യോഗട്ട് ബ്ലൂബെറി ഇതിന് ഇടാൻ പോണത് കേട്ടോ. ഈ സാധനം ഇതാ ബ്ലൂബെറി ഞാൻ ഇനി നമുക്കിതിൽ കുരുമുളക് പൊടിയും കൂടി കുറച്ച് ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഉണ്ടെങ്കിൽ ഇടണ്ട. ഉപ്പിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കാം കേട്ടോ. ഇതിങ്ങനെ എല്ലാവർക്കും കഴിക്കണമെങ്കിൽ നല്ലതാണ് വയറിന്. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ഓക്കെ, സാലഡ് മുട്ട ഇതുപോലെ കിട്ടിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് സാലഡുകളൊക്കെ കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ വെജിറ്റബിളൊക്കെ നമ്മുടെ മേത്ത് കയറാനും നല്ലതാണ്. ഇതിലല്ലാതെ വെജിറ്റബിളും വേണമെങ്കിൽ ഇടാം. അതുപോലെ മുന്തിരി, കുരുവില്ലാത്ത മുന്തിരികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റും. തേൻ ഉണ്ടെങ്കിൽ തേൻ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിലൊരു ചില പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ. കുറച്ച് തേൻ ഉണ്ടെങ്കിൽ തേൻ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ.